فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ ഈ അണ്ടകടാഹങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനും അജയ്യനും അന്യൂന്യനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പരമാവധി സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സർവശക്തനായ കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖിനെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു മാസത്തെ ത്യാഗത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും ദിനരാത്രങ്ങൾക്ക് വിട പറഞ്ഞ് ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഈദ് ആഘോഷിച്ച് തുടർന്നുള്ള ദിനരാത്രങ്ങളിലാണ് ഞാനും നിങ്ങളും അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഒരു മാസം നാം കഠിനമായ പരിശ്രമത്തിലായിരുന്നു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സമ്പൂർണമായ ഒരു സൂക്ഷ്മത നമുക്കുണ്ടായിരുന്നു. കാരണം സ്വർഗപ്രവേശനത്തിൻ്റെയും നരകമോചനത്തിൻ്റെയും അനർഘ നിമിഷങ്ങളാണ് റമളാനിലൂടെ റബ്ബ് നമുക്ക് നൽകിയിരുന്നത്. 1000 മാസത്തേക്കാൾ പ്രതിഫലമുള്ള ദിനങ്ങൾ, രാത്രികൾ അള്ളാഹു നമുക്ക് കാരുണ്യമായി നൽകി.
മല്ലന്മാരായ പിശാചുക്കളെ നമ്മെ ഏത് നേരവും തിന്മയിലേക്ക് നയിക്കുക വഴി നരകത്തിലേക്ക് നയിക്കാൻ വേണ്ടി തക്കം പാർത്തിരിക്കുന്ന പിശാചുക്കളെ ചെങ്ങലക്കിട്ട മാസമായിരുന്നു. എല്ലാ നിലക്കും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും നന്മകളിൽ അതിശീഘ്രം മുന്നോട്ട് പോകുവാനുമുള്ള സാഹചര്യങ്ങളായിരുന്നു റമളാനിൻ്റെ രാപ്പകലുകളിൽ നമുക്കുണ്ടായിരുന്നത്. ഇനി നാം ഓരോരുത്തരും വ്യത്യസ്തമായ ജീവിതത്തിലേക്ക്, അതല്ലെങ്കിൽ നമ്മൾ 11 മാസവും എങ്ങനെയാണോ ജീവിച്ചത് ആ ഒരു ജീവിത ചുറ്റുപാടിലേക്ക് തിരിഞ്ഞു പോകുമ്പോൾ ഒരു മാസത്തെ കഠിനമായ പരിശ്രമത്തിൻ്റെയും അതിനുവേണ്ടിയുള്ള ത്യാഗത്തിൻ്റെയും പരിശ്രമത്തിലൂടെ നമുക്ക് നാം നേടിയെടുത്ത ആ സൂക്ഷ്മതാബോധം, ആത്മീയമായ ചൈതന്യം, ആ ഈമാനികമായ ആ കരുത്ത് ഇനിയുള്ള ദിനരാത്രങ്ങളിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനുള്ള ജാഗ്രതയാണ് നമുക്കുണ്ടാകേണ്ടത്. പകലിൽ നോമ്പനുഷ്ഠിച്ചും രാത്രികളിൽ ദീർഘമായി നിന്ന് നമസ്കരിച്ചും ഖുർആൻ പാരായണത്തിലും ദിക്റുകളിലും ദാനധർമ്മങ്ങളിലും മുഴുകിയിരുന്ന നാം ഇനി അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സാധാരണഗതിയിലുള്ളൊരു ജീവിതം നയിക്കുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഒരു മാസത്തെ ഈ നോമ്പിലൂടെ ഒരു പരിശീലനത്തിലായിരുന്നു. ഇനിയുള്ള 11 മാസത്തേക്കുള്ള ഒരു പരിശീലനം. ആ പരിശീലനത്തിൽ നാം നേടിയെടുത്ത തഖ്വാബോധവും നാം ചെയ്തിരുന്ന സൽക്കർമ്മങ്ങളിലുള്ള ഒരു തുടർച്ചയുമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ മാസങ്ങളിൽ നമുക്കുണ്ടാകേണ്ടത്. സാധാരണഗതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം പെരുന്നാളോടുകൂടി കളഞ്ഞു കുളിക്കുന്ന, എല്ലാ സൽക്കർമ്മങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഒരവസ്ഥയാണ്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഒരു മാസത്തെ നോമ്പിലൂടെ നമ്മുടെ ഇച്ഛകൾക്ക് നാം കടിഞ്ഞാണിടുകയായിരുന്നു. സാധാരണഗതിയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ച പലതും റമളാനിലെ പകലിൽ അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് നാം അതെല്ലാം മാറ്റിവെച്ചു. നമ്മുടെ ലക്ഷ്യം സ്വർഗമായിരുന്നു. നരകത്തിൽ നിന്നുള്ള മോചനമായിരുന്നു നമ്മുടെ ലക്ഷ്യം. ചുട്ടുപൊള്ളുന്ന വെയിലത്ത് തൊണ്ട വറ്റി വരളുന്ന, വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ വീടിനുള്ളിലെ ഫ്രീസറിൽ തണുത്ത വെള്ളവും നല്ല ഭക്ഷണവും ഉണ്ടായിട്ടും വീട്ടിൽ മറ്റാരും കാണാനില്ലാത്ത അവസ്ഥയുണ്ടായിട്ടും നമ്മളെല്ലാം അതിൽ നിന്ന് വിട്ടുനിന്നത് റബ്ബിൻ്റെ പ്രീതിയായിരുന്നു. നോമ്പുകാരനായി പകലിൽ ജീവിക്കുവാനുള്ള സാഹചര്യം നമുക്കുണ്ട്. നോമ്പ് നോൽക്കാതെ നോമ്പുകാരനായി ആളുകൾക്കിടയിൽ ഞാനൊരു നോമ്പുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ നമുക്കുണ്ട്. നമസ്കാരം പോലെയല്ല. നമസ്കരിക്കുന്നത് മറ്റുള്ളവരെ അവർ കണ്ടാലാണ് അവർ നമസ്കരിക്കുന്നവരാണ് വിചാരിക്കുക. എന്നാൽ നോമ്പ് നോൽക്കാതെ നോമ്പുകാരനായി ജീവിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. നോമ്പിന് പ്രതിഫലം നൽകുന്നത് ഞാനാണ്. ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. എന്താണ് പ്രത്യേകം എടുത്തു പറയാൻ? മറ്റുള്ള ആരാധനാ കർമ്മങ്ങൾക്കെല്ലാം പ്രതിഫലം നൽകുന്നത് അള്ളാഹു തന്നെയാണ്. പക്ഷേ നോമ്പിന് മാത്രം അത് പറയാൻ കാരണം, ഏതൊരു മനുഷ്യനും നോമ്പ് നോൽക്കാതെ നോമ്പുകാരനായി ജീവിക്കാൻ പറ്റും. അള്ളാഹുവിന് മാത്രമാണ് നോമ്പുണ്ടോ നോമ്പില്ലേ എന്ന് അറിയാൻ പറ്റുന്നത്. നമ്മൾ നമസ്കരിക്കുമ്പോൾ ആത്മാർത്ഥമായാണ് നമസ്കരിക്കുന്നത് എന്ന് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ നമസ്കാരക്കാരനാണ്, അത് കാണാൻ പറ്റും. പക്ഷേ മറ്റുള്ളവർക്ക് ആർക്കും കാണാൻ പറ്റാത്ത രൂപത്തിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ച് നടക്കാൻ, വെള്ളം കുടിച്ച് നടക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയെല്ലാം നമ്മൾ റബ്ബിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാണ് റമളാനിൽ നോമ്പനുഷ്ഠിച്ചത്. അതുകൊണ്ട് തന്നെ ആ നോമ്പിലൂടെ നാം നേടിയെടുത്ത ആത്മീയ ചൈതന്യം ഇനിയുള്ള 11 മാസവും നിലനിർത്തി മുന്നോട്ട് പോകാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ത്രീയുടെ ചരിത്രം, ഒരു സ്ത്രീയെ ഉപമിച്ചുകൊണ്ടൊരു സംഭവം പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹ്ലിലെ 92-ാമത്തെ വചനത്തിലൂടെ. എന്താ പറയുന്നത്? ആ സ്ത്രീയെക്കുറിച്ച് പറയാൻ, വലാ തകൂനു കല്ലത്തി നഖദത ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസാ. എന്താ സ്ത്രീയുടെ അവസ്ഥ? ഉറപ്പോടെ നൂൽനൂറ്റ ശേഷം ഉറപ്പോടെ ചകിരികളൊക്കെ അത് ചതച്ചെടുത്ത് അതിലെ നൂലുകളാക്കി മാറ്റി ആ നൂലുകൾ ഉപയോഗിച്ച് കയറുണ്ടാക്കുകയാണ്. പിരിച്ച് നൂല് നൂൽക്കുക, അതല്ലെങ്കിൽ ശക്തമായ കയറ് പിരിച്ചെടുക്കുകയാണ്. എന്നിട്ട് പിന്നീട് ആ പിരികളെ ആ പല ഇഴകളായി പിരിയുടച്ച് കളയുന്ന
ഒരു സ്ത്രീകളെപ്പോലെ നിങ്ങളാകരുത്. ആ സ്ത്രീ രാവിലെ എന്ത് ചെയ്യുന്നു? ആ നൂലുകളൊക്കെ പിരിച്ച് വലിയ കയറാക്കി, ശക്തമായ ബലവത്തായ ഒരു കയറാക്കി മാറ്റിയിട്ട് പിന്നീട് അത് പിരിയുടച്ച് കളയുക, ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം പാഴാക്കി കളയുന്ന, നിഷ്ഫലമാക്കി കളയുന്ന ഒരു പ്രവർത്തനം ചെയ്യുന്ന സ്ത്രീയെക്കുറിച്ചാണ് പറയുന്നത്. ഇതുപോലെ നിങ്ങളാകരുത്. ഇത് റമളാനുമായി നമ്മൾ ബന്ധിപ്പിച്ചുകൊണ്ട് മനസ്സിലാക്കുമ്പോൾ നമ്മൾ നോമ്പ് നോറ്റ് 30 ദിവസം ഈ ശക്തമായ ചൂടിൽ നോമ്പനുഷ്ഠിച്ച്, ദാഹം സഹിച്ച്, വിശപ്പ് സഹിച്ച് നമ്മൾ നോമ്പനുഷ്ഠിച്ചിട്ട് അതെല്ലാം ആ 30 നോമ്പും ഒരു ദിവസത്തെ ആഘോഷത്തിലൂടെയും ഇനിയുള്ള ദിനരാത്രങ്ങളിലൂടെ നമ്മളത് കളഞ്ഞു കുളിക്കുന്നൊരവസ്ഥയുണ്ടാകരുത് എന്നതാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പഴമക്കാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കോരി വൈകുന്നേരം കുടമുട്ടിടക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നാരായണത്ത് ഭ്രാന്തനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി? എന്താണ്? ആ മനുഷ്യൻ ഒരു മലയുടെ താഴെ വന്ന്, ആ വലിയ കുന്നിൻ്റെ താഴെ ഇരുന്ന് വലിയ പാറക്കല്ലുകൾ രാവിലെ വന്ന് വൈകുന്നേരം വരെ അതങ്ങനെ ഉരുട്ടി കുറേ ഉരുട്ടുമ്പോൾ താഴേക്ക് വീഴും, വീണ്ടും അത് ഉരുട്ടി മുകളിലേക്ക് കയറ്റി വൈകുന്നേരമാകുമ്പോൾ അത് മുകളിലെത്തും. എന്നിട്ട് ആ വൈകുന്നേരം ആ മുകളിൽ നിന്ന് ആ വലിയ പാറക്കല്ല് താഴേക്ക് ഉരുട്ടി വിട്ടുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്ന നാരായണത്ത് ഭ്രാന്തൻ. ആ നാരായണത്ത് ഭ്രാന്തനെ പോലെ നമ്മളാകാൻ പാടില്ല. കാരണം എന്താ? അതുവരെ എടുത്ത പ്രവർത്തനം എന്താണ്? അത് അങ്ങോട്ട് കയറ്റി വെച്ചിട്ട് പിന്നീടത് താഴേക്ക് വീഴ്ത്തുന്ന അവസ്ഥ. എന്ത് കിട്ടി? ഒരു ഫലവുമില്ല. ഇങ്ങനെ നിഷ്ഫലമായ പ്രവർത്തനം ചെയ്യുന്നവരായിക്കൂടെ പ്രിയപ്പെട്ടവരെ നമ്മൾ. അതുകൊണ്ട് നാം നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരു സീസണൽ ഭക്തിയുടെ ആളുകളല്ല. നമ്മൾ റമളാനിൽ മാത്രം നമസ്കരിക്കുന്ന, റമളാനിൽ മാത്രം നോമ്പനുഷ്ഠിക്കുന്ന, റമളാനിൽ മാത്രം ദിക്ർ ചെല്ലുന്ന, റമളാനിൽ മാത്രം ഖുർആൻ പാരായണം ചെയ്യുന്ന, റമളാനിൽ മാത്രം ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്ന ഒരു ആളുകളായി, സീസണൽ ഭക്തിയുടെ ആളുകളായി നമ്മൾ ആയിപ്പോകാൻ പാടില്ല. റമളാനിൽ മാത്രം ഒരു അവസ്ഥ, ഒരു ഭക്തിയുടെ ആളുകളാകാൻ പാടില്ല. അതിന് ചില ആളുകളുണ്ട്, അവർക്ക് ചില ലക്ഷ്യങ്ങൾ അതിനുണ്ട്. കാരണം അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. എന്താ പറഞ്ഞത്? റമളാൻ മാസത്തിൽ ഈമാനോട്, വിശ്വാസത്തോടെയും പ്രതിഫലേച്ഛയോടും കൂടി ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ അവരുടെ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെടും. എന്തേ 2 നിബന്ധന വെച്ചത്? പലപ്പോഴും വീട്ടിൽ ഭാര്യയ്ക്ക് നോമ്പാണ്, അതുപോലെ തന്നെ മക്കൾക്കൊക്കെ നോമ്പാണ്. പിന്നെ അവരൊക്കെ നോമ്പനുഷ്ഠിക്കുമ്പോൾ ഞാൻ മാത്രം നോമ്പനുഷ്ഠിക്കാതിരുന്നാൽ എനിക്ക് ഭക്ഷണം ഏതേലും കിട്ടൂല, അതുകൊണ്ട് ഞാൻ നോമ്പായിക്കോട്ടെ. അള്ളാഹുവിൻ്റെ പ്രീതിയല്ല, വിശ്വാസമല്ല. അതുകൊണ്ടാണ് അത് എടുത്തു വെച്ചത്. തറാവീഹ് നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞു, രാത്രി നമസ്കാരം, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. അവിടെയും പറഞ്ഞതാ, ഈമാനോടുകൂടിയും വിശ്വാസത്തോടുകൂടിയും രാത്രിയിൽ നിന്ന് നമസ്കരിച്ചാൽ അവൻ്റെ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെടും. ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞു, ഈമാനും വേണം, ഇഹ്തിസാബും വേണം. അതല്ലാതെ എല്ലാവരും നമസ്കരിക്കുമ്പോൾ, എല്ലാവരും തറാവീഹിന് പോകുമ്പോൾ ഞാൻ മാത്രം തറാവീഹ് നമസ്കരിക്കാതെ പോയാൽ ആളുകൾ എന്നെക്കുറിച്ച് പറയും. റമളാനായിട്ട് പോലും അവൻ്റെ ഒരു അവസ്ഥ കണ്ടില്ലേ? ഇതിനു വേണ്ടിയിട്ടാണോ റമളാനിൽ നീ നമസ്കരിച്ചത്? അതിനു വേണ്ടിയിട്ടാണോ ഒരു പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നത്? ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്നു എന്ന ഭാവേന നീ ഇരുന്നത്? എങ്കിൽ അതിന് ഫലമില്ല. അതുകൊണ്ട് റമളാനിൻ്റെ ആളാകരുത്. റമളാനിൽ തൊപ്പി വെച്ചുകൊണ്ട് പള്ളിയിൽ കയറി ഭക്തി കാണിച്ചത് കണ്ട് കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച ഇസ്ലാമിൽ അത് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, കുൻ റബ്ബാനിയ വലാ തകുൻ റമളാനിയ. നീ റബ്ബിൻ്റെ ആളാകണം, നീ റമളാനിൻ്റെ ആളാവരുത്. റമളാനിൽ മാത്രം ആരാധനകൾ നിർവഹിക്കുന്ന ഒരു ആളായി മാറരുത് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. എന്താ? അല്ലാഹു പറയാണ്, ഉറപ്പായ കാര്യം അഥവാ മരണം നിനക്ക് വന്നെത്തുന്നത് വരെ നീ നിന്റെ രക്ഷിതാവിനെ, റബ്ബിനെ ആരാധിക്കുക. ഉറപ്പായ കാരണം അഥവാ മരണം നിനക്ക് വന്നെത്തുന്നത് വരെ നീ റബ്ബിനെ ആരാധിക്കുക. ജീവിതത്തിലുടനീളം റബ്ബിനെ ആരാധിക്കുക. അവനെ പേടിച്ചുകൊണ്ടുള്ള ജീവിതം, അവനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ജീവിതം, സ്വർഗം ലഭിക്കണമെന്ന ഉദ്ദേശത്തിലുള്ള ജീവിതമാണ് നമുക്കുണ്ടാകേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ആമുഖമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചുകൊണ്ടുള്ളൊരു ജീവിതമാണ് നമുക്കുണ്ടാകേണ്ടത്. അതിനവനെ ആരാധിക്കണം. അവനിൽ പ്രതീക്ഷ അർപ്പിക്കണമെങ്കിൽ അവനിലായിരിക്കണം നമ്മുടെ ഭരമേൽപ്പിക്കേണ്ടത്.
അവനിൽ ദൃഢമായ വിശ്വാസം നമുക്കുണ്ടാകണം. അതിന് നമ്മുടെ റബ്ബിനെ കുറിച്ച് വ്യക്തമായ ധാരണ നമുക്കുണ്ടാകണം. ആരാണ് നമ്മുടെ റബ്ബ്? ഏത് പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും നമ്മെ സഹായിക്കാൻ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുന്ന ഒരു റബ്ബിലാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നൊരു ബോധം നമുക്കേവർക്കും ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ മുസ്ലിം ഉമ്മത്ത് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നാടുകളിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥയിൽ സമൂഹത്തിലാകെ ബേജാറാണ്, മുസ്ലിം ഉമ്മത്തിന് ബേജാറാണ്. എവിടേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്? മുസ്ലിം എന്ന് പേര് കേട്ടാൽ അവൻ്റെ നേരെ പാഞ്ഞടിക്കുന്ന, മോശപ്പെട്ട രൂപത്തിൽ നോക്കുന്ന, ആക്രമിക്കുന്ന ദാരുണമായ അവസ്ഥകൾ കേരളത്തിലും നമ്മുടെ ഇന്ത്യയുടെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലും അല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെയെല്ലാം ഇത്തരം വീഡിയോസുകൾ, ഇത്തരം ഫോട്ടോസുകൾ, ഇത്തരം വാർത്തകൾ പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് ഇതാ മുസ്ലിങ്ങളുടെ അസ്തിത്വം ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭീതി പടർത്താനല്ല, അശാന്തി പടർത്താനല്ല, ആ ആളുകൾക്ക് നിർഭയത്വം നൽകാൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം. ഇന്ത്യയിൽ സംഘപരിവാരങ്ങൾ അവരുടെ ഹിഡൻ അജണ്ടകൾ നടപ്പിലാക്കുവാൻ വേണ്ടിയുള്ള പദ്ധതികളോ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ്. പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പേരിൽ അതുപോലെയുള്ള നിയമങ്ങൾ പടച്ചുണ്ടാക്കി ഇവിടെ മുസ്ലിം ഉമ്മത്തിനെ ഉന്മൂലനം ചെയ്യുവാനുള്ള ഈ മുസ്ലിം ഉമ്മച്ചാരാണ്. ഈ ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രക്തവും ജീവനും സമർപ്പിച്ച ഇന്ത്യൻ മുസൽമാനെ ഈ മണ്ണിൽ നിന്നും പടിയടച്ച് പിണ്ടം വെക്കുവാനുള്ള കുതന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ്. ഫലസ്തീനിൽ ഇസ്രായേൽ എന്ന രക്തദാഹികൾ ഫലസ്തീനിലെ പാവപ്പെട്ട പിഞ്ചു പൈതങ്ങളെപ്പോലും, ചോര പൈതങ്ങളെപ്പോലും ബോംബിട്ട് ചുട്ട് കരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതിലൊന്നും നിരാശരായി മുന്നോട്ട് പോകേണ്ടവരല്ല. കൃത്യമായി റബ്ബിനോട് പ്രാർത്ഥനയിലൂടെ റബ്ബിൽ ഭരമേൽപ്പിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ് നമ്മൾ. ഇതിനേക്കാൾ വലിയ കൊലകൊമ്പന്മാരും ഇതിനേക്കാൾ വലിയ ഏകഛത്രാധിപതികളുമെല്ലാം ഈ ലോകത്ത് കടന്നു വരികയും അവരുടെ കാലം കഴിഞ്ഞു പോയിട്ടുമുണ്ട്. അവരെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിലക്ക് നിർത്തിയിട്ടുണ്ട്. ആ ഒരു ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ റബ്ബിനെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യത്തിൽ നിന്നുകൊണ്ട് അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിറഔനിന്റെ കൊട്ടാരത്തിലാണ് വളർത്തിയത്. സ്വന്തം ഉമ്മയുടെ മുലപ്പാല് കുടിക്കുവാനും ആ സ്വന്തം ഉമ്മയുടെ മുലപ്പാല് കുടിച്ചതിന് ഫിറഔനിൽ നിന്നും ആ ഉമ്മ അതിന് പ്രതിഫലം വാങ്ങുകയും ചെയ്തുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അന റബ്ബുക്കുമുൽ അഅല എന്ന് പ്രഖ്യാപിച്ച, ഞാനാണ് ലോകത്തിന്റെ സൃഷ്ടാവ്, ഉന്നതനായ രക്ഷിതാവ് എന്ന് പറഞ്ഞ, ഇവിടെ ഒരു ആൺകുട്ടികളെയും ജനിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല, അറുകൊല ചെയ്യുകയും പെൺകുട്ടികളെ ജീവിക്കാൻ വിടുകയും ചെയ്യുമെന്ന് പറഞ്ഞ് തിട്ടൂരമിറക്കിയ ഫിർഔനിന്റെ വീട്ടിൽ, അവന്റെ കൊട്ടാരത്തിൽ, അവന്റെ ചെലവിൽ, അവന്റെ എല്ലാവിധ ആശീർവാദങ്ങളോടും കൂടി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ വളർന്നു. ഇത് ചരിത്രമാണ്, വിശുദ്ധ ഖുർആൻ പറയുന്ന, പഠിപ്പിക്കുന്ന ചരിത്രം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ വെച്ചുകൊണ്ട് ഫിറഔനിനെ അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു. സാഹിറാണെന്ന് പറയുന്നു. ഏറ്റവും വലിയ ജാലവിദ്യക്കാരനാണ് മൂസ എന്ന് പറയുന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഫിറഔനും തമ്മിൽ അവിടെ സംവാദം നടക്കുകയാണ്, മത്സരം നടക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സാഹിറുകളെ കൊണ്ടുവന്നുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വെല്ലുവിളിച്ചുകൊണ്ട് മത്സരം നടക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ വിജയിക്കുകയാണ്. എന്നിട്ടും പകതീരാഞ്ഞിട്ട് ഫിറഔൻ ആ ഇസ്രായേൽ സന്തതികളെ അടക്കം നാട്ടിൽ നിന്നും കെട്ടുകെട്ടിക്കുവാൻ വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും അനുയായികളുടെയും കൂടെ സർവായുധ സജ്ജരായ ഫിറഔനും സംഘവും കടന്നു വരുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും സംഘവും രക്ഷപ്പെടാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അവസാനം ശൈത്വാനിന്റെയും കടലിന്റെയും നടുക്ക് എന്ന് അക്ഷരാർത്ഥത്തിൽ പുലരുന്ന രൂപത്തിലുള്ള സംഭവത്തിന് സാക്ഷിയാവുകയാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അനുയായികൾ അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു, വഇന്നാലമുദ്റകൂൻ, മൂസാ, നമ്മൾ ഇതാ പിടിക്കപ്പെട്ടിരിക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, എന്നെ എൻ്റെ റബ്ബ് എനിക്ക് മാർഗം കാണിച്ചു തരും. ആ അചഞ്ചലമായ പതറാത്ത
അടിയുറച്ച വിശ്വാസത്തിന്റെ ഉടമയായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു സഹായം നൽകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ചെങ്കടലിനെ പിളർത്തിക്കൊണ്ട് അതിലൂടെ ഒരു പ്രതലമുണ്ടാക്കുന്നു. നനവില്ലാത്ത പ്രതലത്തിലൂടെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും അനുയായികളും രക്ഷപ്പെടുമ്പോൾ ആ വഴിയിലൂടെ അവരെ പിന്തുടരുകയാണ് ഫിർഔനും സംഘവും. പ്രിയപ്പെട്ടവരെ, എല്ലാവിധ ആയുധങ്ങളും ഉണ്ടായിട്ടും, എല്ലാവിധ സജ്ജീകരണങ്ങളും ഉണ്ടായിട്ടും, എല്ലാവിധ സഹായങ്ങളും ഉണ്ടായിട്ടും രക്ഷപ്പെടാൻ ഫിർഔനിന് സാധിച്ചില്ല. ലോകത്തിന്റെ സൃഷ്ടാവ് ഇടപെടുകയാണ്. അഭൗതികമായ രൂപത്തിൽ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള സഹായം അവിടെ ഇറങ്ങുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം രക്ഷപ്പെടുകയാണ്. സമൂഹ അനുയായികളും രക്ഷപ്പെടുകയാണ്. ഇതാണ് റബ്ബ്. ആ റബ്ബ് ഇന്നുമുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. നമ്രൂദിന്റെ ആളിക്കത്തുന്ന തീയിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ എറിയാനൊരുങ്ങുകയാണ്. മലക്ക് വന്നിട്ട് സഹായം വേണോ എന്ന് ചോദിക്കുമ്പോൾ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, ഭരമേൽപ്പിക്കുവാൻ ഏറ്റവും ഉത്തമവനാണ്, ഞാൻ അവനിലാണ് ഭരമേൽപ്പിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കുകയാണ്. ആരുമില്ല പ്രിയപ്പെട്ടവരെ, സംഘടനാ നേതാക്കളോ രാഷ്ട്രീയ നേതാക്കളോ സമൂഹത്തിലോ കുടുംബത്തിലോ മക്കളിലോ ആരുമില്ല സഹായിക്കാൻ. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് പൊരുതുകയാണ്. റബ്ബിൽ അചഞ്ചലമായ വിശ്വാസം വെച്ച് പുലർത്തിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തിന് ഉത്തരം നൽകി ആ തീയിലേക്ക് എടുത്തെറിയപ്പെട്ടപ്പോൾ ലോകത്തിന്റെ സൃഷ്ടാവ് ഇടപെട്ടു. അഭൗതികമായ മാർഗത്തിലുള്ള കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ള സഹായമതായി ഇറങ്ങുകയാണ്. യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. തീയിനെ സൃഷ്ടിച്ച കരിച്ചു കളയുക എന്ന തീയിന്റെ സ്വഭാവമുള്ള തീയിനോട് ലോകത്തിന്റെ സൃഷ്ടാവായ റബ്ബ് പറഞ്ഞു, ഹേ തീയേ, നീ ഇബ്രാഹിമിന് തണുപ്പും സമാധാനവുമാകണം. പ്രിയപ്പെട്ടവരെ, ഒരു ലോമകൂപത്തിന് പോലും പോറലേൽക്കാതെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ തീയിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നു. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ അള്ളാഹു ഇന്നും നമ്മുടെ കൂടെയുണ്ട്. എത്ര വലിയ കൊലകൊമ്പന്മാരായാലും അവരെ പിടിച്ചു നിർത്താൻ, അവരെ അടിച്ചമർത്താൻ, അവരെ ഇല്ലായ്മ ചെയ്യാൻ, അവരെ തകർത്ത് തരിപ്പണമാക്കാൻ പറ്റുന്ന രൂപത്തിൽ ഹയ്യുൽ ഖയ്യൂമായ മലിക്കുൽ ജബ്ബാറായ റബ്ബുണ്ടെന്ന ബോധം എന്റെയും നിങ്ങളുടെയും മനസ്സിൽ രൂഢമൂലമായാൽ ആരെങ്ങനെ വന്നാലും ഏത് നിയമം കൊണ്ടുവന്നാലും പതറാതെ പിടിച്ചു നിൽക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമത്തു തൗഹീദിന്റെ സന്ദേശങ്ങളുമായി കടന്നു വന്നപ്പോൾ അവിടെ പരിഹസിച്ചവർ, ആട്ടിയോടിച്ചവർ, ഷായിറാണെന്ന് പറഞ്ഞവർ, സാഹിറാണെന്ന് പറഞ്ഞവർ, മജ്നൂനാണെന്ന് പറഞ്ഞവർ, അങ്ങനെ നാട്ടിലും അതുപോലെ തന്നെ വീട്ടിലും നിൽക്കപ്പുറതിയില്ലാതെ ആട്ടിയോടിക്കാൻ വേണ്ടി കുതന്ത്രങ്ങൾ മെനഞ്ഞപ്പോൾ പരിശുദ്ധ ഖുർആൻ അത് വ്യക്തമാക്കുകയാണ്. വൈദി യംകുറു ബികല്ലദീന കഫറൂ ലിയുസ്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക വയംകുറൂന വയംകുറുല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ. ലോകത്തിന്റെ സൃഷ്ടാവ് പരിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട ആ പ്രതിസന്ധികളെ വിശദീകരിച്ചു തരികയാണ്. നിന്നെ ബന്ധനസ്ഥാനാക്കുകയോ നിന്നെ കൊലപ്പെടുത്തുകയോ നാട്ടിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്യാൻ വേണ്ടി നിനക്കെതിരായി സത്യനിഷേധികൾ കുതന്ത്രം മെനഞ്ഞപ്പോൾ അബൂജഹൽ അടക്കമുള്ള ആളുകൾ ദാറുൻ നദ്വയിൽ യോഗം കൂടുകയാണ്. അവർ യോഗം കൂടിയിട്ട് ചർച്ച ചെയ്യുന്നത് എന്താ? നമ്മൾ യോഗം കൂടാറില്ലേ? എവിടെ പ്രോഗ്രാം വെക്കണം, എവിടെ സ്റ്റേജ് കെട്ടണം, ആരെ പ്രഭാഷകനായി വിളിക്കണം, ആരൊക്കെ അതിൽ പബ്ലിസിറ്റി വർക്കുകൾ ചെയ്യണം, ഇങ്ങനെ ചർച്ചകൾ വരും, വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരും. എന്നാൽ ഇതാ ദാറുൻ നദ്വയിൽ അബൂജഹലും കൂട്ടരും യോഗം കൂടി ചർച്ച ചെയ്യുകയാണ്. ഇതേപോലെ നമ്മുടെ എതിരാളികളായ ആളുകളും ചർച്ച ചെയ്യും. ആരെയാണ് മുജാഹിദ് മൗലവിക്ക്, സലഫി മൗലവിക്ക് മറുപടി പറയാൻ കൊണ്ടുവരേണ്ടത്? ചർച്ചകൾ വരാറില്ലേ? ഇതുപോലെ അബൂജഹലും കൂട്ടരും യോഗം കൂടി ചർച്ച ചെയ്യുകയാണ്. മുഹമ്മദിനെ നമുക്ക് എന്ത് ചെയ്യാം? ബന്ധസ്ഥനാക്കാം, പിടിച്ചു കെട്ടിവെക്കാം. അതല്ലെങ്കിൽ അപ്പോ അബൂജഹൽ പറഞ്ഞു അത് പറ്റില്ല, അങ്ങനെ അധികകാലം മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അപ്പോൾ അവിടുന്ന് ചർച്ച വരികയാണ്. അവനെ നമുക്ക് പുറത്താക്കാം, നാട്ടിൽ നിന്ന് പുറത്തേക്ക് പറഞ്ഞയക്കാം. അപ്പൊ പറഞ്ഞു, നാട്ടിൽ നിന്ന് പുറത്താക്കിയാൽ അവനവന്റെ ഈ സന്ദേശം പറഞ്ഞ് പ്രചരിപ്പിച്ച് പ്രബോധനം നടത്തി ഒരു വലിയ സംഘവുമായി നമ്മെ മക്കയെ ആക്രമിക്കാൻ വരാൻ സാധ്യതയുണ്ട്, അത് പറ്റുകയില്ല, അവസാനം കൊലപ്പെടുത്താമെന്ന് തീരുമാനിക്കുകയാണ്. അബൂജഹൽ നിർദ്ദേശം വെക്കുകയാണ്. അങ്ങനെയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് വളയുന്നത്. എല്ലാവരും കൂടി ഒന്നിച്ച്, എല്ലാ ഗോത്രത്തിലും പെട്ട ആളുകൾ ഒന്നിച്ച് വകവരുത്തണം. ഇല്ല എങ്കിൽ ഒരാൾ വകവരുത്തിയാൽ അവനെതിരെ ഖുറൈശികൾ ആ ആൾക്കെതിരെ തിരിയുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഗോത്രത്തിലും പെട്ട ആളുകൾ ഇതിൽ ഇടപെടണമെന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനിക്കുകയാണ്. ഈ തീരുമാനത്തെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നിന്നെ ബന്ധനസ്ഥനാക്കുകയോ നാട്ടിൽ നിന്ന് പുറത്താക്കുകയോ കൊലപ്പെടുത്തുകയോ ചെയ്യാൻ വേണ്ടി അവർ കുതന്ത്രം മെനഞ്ഞപ്പോൾ അല്ലാഹു പറയാൻ
വയംകുറുല്ലാഹ്, അല്ലാഹു തന്ത്രം മെനയുന്നു, അല്ലാഹുവും തന്ത്രം പ്രയോഗിക്കുന്നു. വല്ലാഹു ഖൈറുൽ മാകിരീൻ, തന്ത്രം പ്രയോഗിക്കുന്നതിൽ ഏറ്റവും ഉത്തമൻ അല്ലാഹുവാണ്. അവരുടെ തന്ത്രങ്ങളെ പൊളിച്ചു. വാളുമേന്തിക്കൊണ്ട് മുഹമ്മദ് കടന്നു വരുമ്പോൾ കൊല ചെയ്യണമെന്ന് വിചാരിച്ച് നിൽക്കുന്ന ആളുകളുടെ മുമ്പിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി നടന്നത് അവർക്ക് കാണാൻ സാധിച്ചില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെയുണ്ട് എന്ന ബോധം, അതുകൊണ്ടാണ് പരിശുദ്ധ റമളാനിൻ്റെ നോമ്പിനെക്കുറിച്ച് അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞുകൊണ്ട് അതിലെ വിധിവിലക്കുകളെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീടുള്ള ആയത്തിലൂടെ വിശദീകരിക്കുകയാണ്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅൻ ഫൽയസ്തജീബു ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. നിന്നോട് നബിയെ പറയുക, നിന്നോട് എന്നെപ്പറ്റി എൻ്റെ ദാസന്മാർ ചോദിച്ചാൽ പറയുക നബിയെ, ഞാൻ അവരുടെ അടുത്തുണ്ട്. ഫഇന്നി ഖരീബ്, ഞാൻ അവരുടെ സമീപസ്ഥനാണ്. ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅൻ, പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊള്ളട്ടെ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഫൽയസ്തജീബു ലി, ഞാൻ ഉത്തരം നൽകാം. വൽയുഅ്മിനൂ ബി, അതുകൊണ്ട് അവരെന്നിൽ വിശ്വസിക്കട്ടെ, അവരെൻ്റെ ആഹ്വാനം അനുസരിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. പ്രിയപ്പെട്ടവരെ, ഈ അല്ലാഹു നമ്മുടെ കൂടെയുണ്ടെന്ന വിശ്വാസമുണ്ടെങ്കിൽ ആർക്കും നമ്മെ തകർക്കാൻ സാധ്യമല്ല, ആർക്കും നമ്മെ ഇല്ലായ്മ ചെയ്യാൻ സാധ്യമല്ല. ഈ ഒരു രൂഢമൂലമായ വിശ്വാസമാണ്. ആ റബ്ബിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആ പ്രാർത്ഥന റബ്ബിനോട് മാത്രമാകണം. ലോകം നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. നമ്മെ എപ്പോഴും കാണുന്നവനും കേൾക്കുന്നവനും നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്നവനും അല്ലാഹു മാത്രമാണ്. ഈ വിശ്വാസത്തിൽ പാകപ്പിഴവ് പറ്റിയാൽ നമ്മളുടെ പ്രവർത്തനങ്ങളെല്ലാം പൊളിഞ്ഞു പോകുമെന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് റബ്ബിനോട് നിരന്തരം പ്രാർത്ഥിക്കുക, എല്ലാം റബ്ബിൽ ഭരമേൽപ്പിക്കുക. വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും, ലോകത്തിന്റെ രക്ഷിതാവ് പറയുകയാണ്, നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. പ്രിയപ്പെട്ടവരെ, റബ്ബ് വിളിച്ചു പറയാൻ, എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. നിങ്ങൾ എന്തിനാണ് നിരാശരാകുന്നത്? അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അതുകൊണ്ട് നമ്മൾ തവക്കുലാക്കുന്നത് ഈ ലോകത്തിന്റെ രക്ഷിതാവിനോടാണ്. എന്നെന്നും ജീവിക്കുന്ന എല്ലാം നിയന്ത്രിക്കുന്ന ഹയ്യുൽ ഖയ്യൂമായ ലാ തഖുദുഹു സിനത്തും വലാ നൗം, ഉറക്കമോ മയക്കമോ ഇല്ലാത്തവനായ റബ്ബിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആ റബ്ബിലാണ് നമ്മൾ ഭരമേൽപ്പിക്കേണ്ടത്. ഏത് പ്രതിസന്ധികൾക്ക് മുമ്പിലും നമ്മൾ ദുനിയാവിൽ അല്ലാഹു നൽകിയിട്ടുള്ള സബബുകൾക്ക് അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കുക, ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക, എന്നിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുക, റബ്ബിൽ ഭരമേൽപ്പിക്കുക. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്, ഒരിക്കലും മരിക്കാതെ ജീവിക്കുന്നവനിൽ നിങ്ങൾ ഭരമേൽപ്പിക്കുക. അള്ളാഹുവിൻ്റെ ആഹ്വാനമാണ്, കൽപ്പനയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൽ തവക്കുലാക്കി ജീവിക്കുക. അങ്ങനെ നമ്മൾ ജീവിച്ചാൽ ഏത് പ്രതിസന്ധിയിൽ ഒരു പ്രശ്നം നമുക്കുണ്ടാകണ്ട, ഒരു പ്രശ്നം ഉണ്ടാവേണ്ടതില്ല. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ, വല്ലവനും അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കുന്ന പക്ഷം അവനൊരു പോംവഴി അള്ളാഹു ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഒരു മഖ്റജ്, ഒരു എക്സിറ്റ്, പ്രയാസങ്ങളിൽ നിന്ന് പുറത്തു കടക്കുവാനുള്ള ഒരു അവസ്ഥ അവനുണ്ടാക്കി കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരി, അവൻ കണക്കാക്കാത്ത വിധത്തിൽ അവന് ഉപജീവനം നൽകും. വല്ലവനും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന പക്ഷം അവന് അള്ളാഹു തന്നെ മതിയാകുന്നതാണ്. നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലുള്ള ഉപജീവനം നമുക്ക് കിട്ടും. നമ്മൾ മുത്തഖിയായി ജീവിക്കുകയാണെങ്കിൽ. എന്താ തഖ്വ എന്ന് പറഞ്ഞാൽ? തിന്മകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട്, ഹറാമുകളിൽ നിന്ന് വിട്ടുകൊണ്ട് സൂക്ഷ്മതാബോധമുള്ള ജീവിതം. ഏതവസ്ഥയിലും പലിശ വാങ്ങാതെ, മദ്യപിക്കാതെ, വ്യഭിചരിക്കാതെ, തോന്നിവാസങ്ങൾ ചെയ്യാതെ, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് എന്നെ കാണുന്നവൻ അള്ളാഹുവാണ്, എന്നെ കേൾക്കുന്നവൻ അള്ളാഹുവാണ്. ഉമ്മയില്ലെങ്കിലും ഉപ്പയില്ലെങ്കിലും ഭാര്യയില്ലെങ്കിലും ഭർത്താവില്ലെങ്കിലും നാട്ടുകാരില്ലെങ്കിലും പള്ളി കമ്മിറ്റിക്കാരില്ലെങ്കിലും ആരുമില്ലെങ്കിലും ഞാൻ റബ്ബിൻ്റെ നിരീക്ഷണത്തിലാണെന്ന ബോധം, ആ ബോധത്തിൽ നിന്നുകൊണ്ടുള്ള ജീവിതം നയിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ജീവിക്കുവാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. ഇന്നല്ലാഹ ബാലിഗു അംരി, തീർച്ചയായും അള്ളാഹു തൻ്റെ കാര്യം പ്രാപിക്കുന്നവനാകുന്നു. അള്ളാഹു ഉദ്ദേശിക്കുന്നത് നടത്താൻ പര്യാപ്തനാണ് അവൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്നകും കുൻതും തവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലിഹി, നിശ്ചയമായും നിങ്ങൾ അല്ലാഹുവിൽ യഥാവിധി തവക്കുലാക്കുകയാണെങ്കിൽ ലറുസിഖതും കമാ തുർസഖു ത്വയ്റു തഗ്ദു ഖിസാമൻ വതറൂഹു ബിതാനാ,
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, പക്ഷികൾക്ക് ആഹാരം നൽകുന്നത് പോലെ നിങ്ങൾക്കും അവൻ ആഹാരം നൽകപ്പെടും. ആ പക്ഷികൾ രാവിലെ പ്രഭാതത്തിൽ അവരുടെ കൂടുകളിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ് ഭക്ഷണം തേടി. വൈകുന്നേരം അവരെവിടെയാണ് ഭക്ഷണം ഉണ്ട് എന്ന് അവർക്ക് ധാരണയില്ല. പക്ഷെ അവർ അവരുടെ കൂടുകളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. വൈകുന്നേരം അതാ അവരുടെ വയറ് നിറച്ചുകൊണ്ട് അവർ തിരിച്ചു വരുന്നു. ഇതുപോലെ അള്ളാഹുവിനെ തവക്കുലാക്കുന്നവർക്ക് ഉപജീവനം നൽകുമെന്നാണ് പ്രിയപ്പെട്ടവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. അലൈസല്ലാഹു ബികാഫിൻ അബദഹു, തൻ്റെ ദാസന്, തൻ്റെ അടിമക്ക് അള്ളാഹു മതിയായവനല്ലയോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. നീ മതി ഞങ്ങൾക്ക് ഭരമേൽപ്പിക്കാൻ, ഞങ്ങൾക്ക് നേർച്ച നേരാൻ, ഞങ്ങൾക്ക് സത്യം ചെയ്യാൻ, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ, സഹായം തേടാൻ. റബ്ബേ നീ മതി എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ നമുക്ക് സാധ്യമാകണം. അതിനാൽ ഏത് പ്രതിസന്ധിയിലും റബ്ബിനോട് പ്രാർത്ഥിക്കാം. ആസന്നമായ ഒരു ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിലാണ് നമ്മളുള്ളത്. പ്രിയപ്പെട്ടവരെ, സംഘപരിവാരങ്ങൾ മതേതരത്വം പിച്ചു ചീന്തുവാനും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുവാനും വേണ്ടി എല്ലാവിധ കുതന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യം, മതമനുസരിച്ച് ജീവിക്കുവാനും പ്രചരിക്കുവാനും അതുപോലെ തന്നെ മറ്റുള്ള മതസ്ഥരെ അവരുടെ ഐക്യത്തോടുകൂടി അവർ മനുഷ്യരാണ് എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ മതം പ്രചരിപ്പിക്കുവാനും അവരുടെ മതം പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഇവിടെ നിലനിൽക്കണം. ഈ ഐക്യത്തിൻ്റെ മാനവ സൗഹാർദ്ദം ഇവിടെ നിലനിൽക്കണം. അങ്ങനെ മുന്നോട്ട് പോകാനുള്ളൊരു സാഹചര്യം ചുറ്റുപാട് ഇവിടെ ഉണ്ടാകണം. അതിനുവേണ്ടി ഈ മതേതരത്വ ചിന്തയുള്ള ആളുകളെ ഭരണത്തിലെത്തിക്കണം. ഈ രാജ്യത്തെ മതരാഷ്ട്രവാദമാക്കി മാറ്റാനുള്ള കുതന്ത്രങ്ങളെ നാം കരുതിയിരിക്കണം. അതിനുവേണ്ടി ഈ വരുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിനെ നമ്മൾ കാണേണ്ടതുണ്ട്, ബുദ്ധിപൂർവ്വം ഉപയോഗപ്പെടുത്തണം. ഒരു വോട്ട് പോലും പാഴായി പോകാതെ എല്ലാവരും വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്ന്, 18 വയസ്സായ എല്ലാവരും അതിലുണ്ട് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തണം. അത് ഉണ്ടാകണം, അത് നമ്മൾ ഉറപ്പുവരുത്തണം. അങ്ങനെ നമ്മുടെ വോട്ടുകൾ ഈ സംഘപരിവാരങ്ങൾക്കെതിരെ ഒരു താക്കീതായി മാറേണ്ടതുണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. പറയുക, അള്ളാഹു ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ ഞങ്ങൾക്കൊരിക്കലും ഒന്നും ബാധിക്കുകയില്ല. അവനാണ് ഞങ്ങളുടെ യജമാനൻ. അള്ളാഹുവിൻ്റെ മേലാണ് സത്യവിശ്വാസികൾ ഭരമേൽപ്പിക്കേണ്ടത്. അള്ളാഹു പറയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാം, എന്നിട്ട് റബ്ബിൽ ഭരമേൽപ്പിക്കുക. ഒരു രാഷ്ട്രീയ പാർട്ടിയിലുമല്ല നമ്മൾ ഭരമേൽപ്പിക്കുന്നത്, റബ്ബിലാണ്. നമ്മൾ ഭൗതികമായി അള്ളാഹു നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഇത് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, ഇനിയും നമ്മളത് ചെയ്യണം. രാഷ്ട്രീയവാദം നമുക്കില്ല. ഈ രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി യോജിക്കേണ്ടവരോടെല്ലാം യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. മതത്തിൻ്റെ വിഷയം വരുമ്പോൾ, ആദർശത്തിൻ്റെ വിഷയം വരുമ്പോൾ അടിയുറച്ചു നിൽക്കുവാനും അതിൽ യാതൊരുവിധ കോംപ്രമൈസിനും തയ്യാറാകാത്ത രൂപത്തിലുള്ള മുന്നോട്ട് പോക്കാണ് വിശ്വാസികൾക്കുണ്ടാകേണ്ടത്. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവുക എന്ന ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മയിൽ മുന്നേറുവാനും തഖ്വയനുസരിച്ച് ജീവിക്കുവാനും എല്ലാവിധ നന്മകളിലും എല്ലാവരോടും സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തോട് ഒരു യാത്രയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിലിരിക്കുന്ന സമയത്ത് പറയുകയാണ്, ചോദിക്കുകയാണ്, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, കുട്ടി ഞാൻ നിനക്ക് ചില വാചകങ്ങൾ പഠിപ്പിച്ചു തരട്ടെയോ? എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, ഇഹ്ഫദില്ലാഹ യഹ്ഫദുക ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക. നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക കുട്ടി, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. എന്നാൽ അള്ളാഹു നിന്നെയും സൂക്ഷിക്കും, അഥവാ നിന്നെ സംരക്ഷിക്കുന്നതാണ്.
നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ നിനക്ക് അവനെ നിന്റെ മുമ്പിൽ കണ്ടെത്താൻ സാധിക്കും. അഥവാ നിന്റെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും നിനക്ക് സഹായിയായി സംരക്ഷണമായി അള്ളാഹു ഉണ്ടാകും. ഇദാ സഅൽത ഫസ്അലില്ലാ വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നീ വല്ലതും ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. നീ വല്ലതും സഹായം ചോദിക്കുകയാണെങ്കിൽ, നീ വല്ലതും സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക. പ്രിയപ്പെട്ടവരെ, പ്രസക്തമായ കാര്യങ്ങളാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. എന്ത് സഹായവും നീ ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. നീ ഏതെങ്കിലും കാര്യങ്ങൾ ചോദിക്കുകയാണ് അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകനെ പഠിപ്പിക്കുകയാണ്. സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വഅലം അന്നൽ ഉമ്മത ലവിജ്തമഅത് അലാ അൻ യൻഫഊക ബിശൈഇൻ ലം യൻഫഊക ഇല്ലാ ബിശൈഇൻ ഖദ് ഖതബഹുല്ലാഹു ലക. നീ അറിയണം മകനെ, നീ അറിയണം, ഒരു സമൂഹം ഒന്നിച്ച് നിനക്ക് വല്ല ഉപകാരവും ചെയ്യാൻ തീരുമാനിച്ചാൽ അള്ളാഹു നിനക്ക് നിശ്ചയിച്ചുറപ്പിച്ചതിനപ്പുറത്ത് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. എല്ലാ ആളുകളും ഒരുമിച്ച് കൂടിക്കൊണ്ട് നിനക്ക് സഹായം ചെയ്യാൻ തീരുമാനിച്ചാലും അള്ളാഹു തീരുമാനിച്ചതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ولبجتمعوا على أن يضروك بشيء لم يضروك إلا بشيء قد كتبه الله عليك. ഒരു സമൂഹം മുഴുവൻ നിനക്ക് വല്ല ഉപദ്രവവും ആപത്തും ചെയ്യാൻ വിചാരിച്ചാൽ ഒരുമിച്ച് കൂടിയാലും അള്ളാഹു നിനക്ക് നിശ്ചയിച്ചുറപ്പിച്ചതിനപ്പുറത്ത് ഒന്നും ചെയ്യാൻ അവർക്ക് സാധ്യമല്ല. റുഫിഅത്തിൽ അഖ്ലാം വജഫത്തിസ് സുഹൂഫ്. പേനകൾ ഉയർത്തപ്പെട്ടു, താളുകൾ ഉണങ്ങി. പ്രിയപ്പെട്ടവരെ, ഒരു നിർഭയത്വത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു വിശ്വാസത്തെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എല്ലാവരും കൊലകൊമ്പ് കുലുക്കി വന്നാലും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ്. സമയക്കുറവുകൊണ്ട് വിശദീകരിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസം പുലർത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ശവ്വാലിൻ്റെ 6 നോമ്പിലാണ് നമ്മളുള്ളത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വമ റമളാന സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാലിൻ കാന കസിയാമിദ് ദഹർ. ആരെങ്കിലും റമളാൻ നോമ്പ് അനുഷ്ഠിക്കുകയും റമളാനിലെ മുഴുവൻ നോമ്പ് അനുഷ്ഠിക്കുകയും ശേഷം ശവ്വാൽ മാസത്തിൽ നിന്നും 6 നോമ്പുകൾ അതിനെ തുടർന്ന് നോൽക്കുകയും ചെയ്താൽ ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റതിനെ പോലെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇമാം അസ്സനായി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഒരു നന്മക്ക് 10 ഇരട്ടി നന്മകൾ, ഒരു നന്മ 10 ഇരട്ടി നന്മകൾക്ക് തുല്യമാണ്. അപ്പോൾ റമളാൻ മാസം 10 മാസങ്ങൾക്ക് തുല്യമാണ്. 30 നോമ്പ് നമ്മൾ നോൽക്കുമ്പോൾ അത് 10 മാസത്തിന് തുല്യമാണ്. അങ്ങനെ ശവ്വാലിൽ 6 നോമ്പ് കൂടി നോൽക്കുമ്പോൾ 2 മാസങ്ങൾക്ക് തുല്യമാവുകയാണ്. ഇതാണ് ഒരു വർഷത്തെ നോമ്പുമായി ഇതിനെ തുല്യപ്പെടുത്താൻ കാരണം. റമളാനിലെ 30 നോമ്പ് അനുഷ്ഠിച്ചിട്ട് പിന്നീട് 6 നോമ്പ് കൂടി നോൽക്കുമ്പോൾ ഒരു വർഷത്തെ പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹദീസുകളും ഇതിനോടനുബന്ധമായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. എന്നാൽ ഇത് നോമ്പ് നോൽക്കേണ്ടത് ആ റമളാനിലെ 30 നോമ്പ് കഴിഞ്ഞ് ഈദുൽ ഫിത്ർ ആഘോഷിച്ച് പിറ്റേ ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ, അനുഷ്ഠിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായത്. ഇനി അതിന് സാധ്യമല്ലെങ്കിൽ, യാത്ര കാരണം അതുപോലെയുള്ള വ്യത്യസ്ത പ്രശ്നങ്ങൾ കാരണം നമുക്ക് നോൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ശവ്വാൽ മാസത്തിലെ വ്യത്യസ്ത ദിവസങ്ങളിൽ ഒന്നിച്ചോ അതല്ലെങ്കിൽ ഒറ്റയിട്ടോ നോറ്റുകൊണ്ട് 6 തികയ്ക്കുകയാണെങ്കിൽ ഈ പ്രതിഫലം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ആ നോമ്പ് നമ്മൾ ഈ ശവ്വാൽ മാസത്തിൽ നോൽക്കാൻ, അനുഷ്ഠിക്കാൻ നമ്മൾ ശ്രദ്ധ കാണിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാനിൽ നമ്മൾ നോറ്റിട്ടുള്ള നോമ്പുകൾ, നമ്മൾ അനുഷ്ഠിച്ചിട്ടുള്ള കർമ്മങ്ങൾ, അതിനെല്ലാമുള്ള തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളടക്കമുള്ള ധാരാളം ആളുകൾ, അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ഫലസ്തീൻ അടക്കമുള്ള രാജ്യങ്ങളിൽ ഈ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശത്രുക്കളിൽ നിന്ന് രക്ഷ നൽകുമാറാകട്ടെ. ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് തന്നെ തിരിച്ചയക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ശിഫാഉൻ നാജിലിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യ ഖാദിയൽ ഹാജാത്ത്. റബ്ബന ഗഫിർ ലനാ വ ലി അഖ്വാനിന الذين سبقونا بالإيمان
ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد وآله وصحبه وسلم والحمد لله رب العالمين.